മോർണിംഗ്. എല്ലാവർക്കും വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. ആഘോഷിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ എനിക്ക് നിങ്ങളുടെ ക്രിസ്മസ് ലഞ്ചിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്തും തരിക. എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ഞാനും കൂടി ഒന്ന് അറിയണ്ടേ. അപ്പോൾ എൻ്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ. പിന്നെ ഇന്നത്തെ റെസിപ്പിയെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു ക്ലൂ തന്നിരുന്നു. നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ബീഫ് റോസ്റ്റ് അല്ലാതെ വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ കറികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നോൺ വെജിറ്റേറിയൻസിന് ബീഫ് ഇപ്പോൾ കഴിക്കാത്ത ആളുകളുണ്ട് കുറേ പേര്. അവർക്ക് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ പ്രോൺസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം സർപ്രൈസോ സസ്പെൻസോ ഒന്നും ഇടുന്നില്ല. നമ്മുടെ കിഴി പൊറോട്ടയാണ്. കിഴി പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവിയും മസാലയും എല്ലാം നമ്മൾ പൊറോട്ടയിലേക്ക് പിടിക്കുമ്പോൾ നമ്മൾ പൊറോട്ട കറിയിൽ മുക്കി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റും കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ കിഴി ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള പൊറോട്ട നല്ല ക്രിസ്പി ആയിട്ട് വരും, ഏറ്റവും അടിയിലുള്ള പൊറോട്ട. അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത് നല്ല മൊരിഞ്ഞ പൊറോട്ട കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പൊറോട്ടയുടെ പ്രത്യേകത. പിന്നെ നമ്മുടെ പൊറോട്ടയുടെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നൊരു കാര്യം, നമ്മൾ സാധാരണ പ്ലേറ്റിലാണ് പൊറോട്ട കഴിക്കുക. ഈ പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് ആ ഒരു ആവിയിൽ കുക്ക് ചെയ്യുമ്പോൾ വാഴയിലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും, ഇപ്പോൾ നമ്മൾ പൊതിച്ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാഴയിലയിൽ പൊള്ളിച്ച കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു വാഴയിലയുടെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മൾ ചെയ്യുന്ന ആ റെസിപ്പിയിലേക്ക് പിടിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊറോട്ടയിലേക്കും വാഴയിലയുടെ ഫ്ലേവർ എല്ലാം പിടിച്ചു വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങളിത് ഒരു ഇളം ചൂടോടെ കഴിക്കുക. നന്നായിട്ട് ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് വാഴയിലയുടെ ടേസ്റ്റും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇളം ചൂടോടെ കഴിക്കുമ്പോഴാണ് വാഴയിലയുടെ ടേസ്റ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഈ പ്രാവശ്യം ക്രിസ്മസിൻ്റെ വ്ളോഗ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. വ്ളോഗ് ഇല്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുക്കിംഗ് കാണാൻ കുറേ പേർക്ക് താല്പര്യം ഉണ്ടാവും. പിന്നെ കുറേ ആളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ അറിയാനായിരിക്കും താല്പര്യം. അപ്പോൾ കുക്കിംഗ് കാണാൻ താല്പര്യമുള്ള കുറച്ച് ആളുകൾ കുക്കിംഗ് കണ്ടു കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള കൂടുതൽ ആൾക്കാർക്കായിട്ട് വിശേഷങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിഴി പൊറോട്ട ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് പൊറോട്ടയാണ്. പിന്നെ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബീഫ് റോസ്റ്റാണ്. ഇത് നമുക്ക് ബീഫ് റോസ്റ്റ് ഉപയോഗിച്ചോ ബീഫ് ഫ്രൈ ഉപയോഗിച്ചോ അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ കറികൾ ഉപയോഗിച്ചിട്ടോ എല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കിഴി പൊറോട്ട ഉണ്ടോ. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളതും നമുക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പൊറോട്ട ഉണ്ടാക്കിയതല്ല, പൊറോട്ട വാങ്ങിച്ചതാണ്. പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിതിന് മുന്നേ. പൊറോട്ടയുടെ വീഡിയോ, ഗോതമ്പ് പൊറോട്ടയുടെയും മൈദയുടെ പൊറോട്ടയുടെയും വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇൻ സ്ക്രീനിൽ. അതുപോലെ തന്നെ നൂൽ പൊറോട്ടയുടെ വീഡിയോ. നമുക്ക് ഇതിൽ ഏത് പൊറോട്ട വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം. നിങ്ങൾ തപ്പി നടന്ന് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 3 വീഡിയോയും എൻ സ്ക്രീനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ബീഫിൻ്റെ റെസിപ്പികൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ബീഫ് റോസ്റ്റും ബീഫ് വരട്ടിയതും ബീഫ് ഫ്രൈയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വാഴയില എടുക്കുക. ഇപ്പോൾ പൊറോട്ട വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ട ഉണ്ടാക്കലും ബീഫ് ഉണ്ടാക്കലും എല്ലാം കൂടി ഒരുമിച്ച് നടക്കാത്തത് കൊണ്ടാണ് പൊറോട്ട വാങ്ങിച്ചത്. അപ്പോൾ വാഴയിലയുടെ നടുഭാഗത്തേക്ക് നമുക്ക് 2 പൊറോട്ട വയ്ക്കാം. നമുക്ക് എത്ര പൊറോട്ട വേണം എന്നുള്ളതനുസരിച്ച് കിഴി വലുതാക്കാം. പിന്നെ ഒരുപാട് വലിയ കിഴിയായിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കിഴി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബീഫ് റോസ്റ്റാണ് ചേർക്കുന്നത്. ചെറിയ ഗ്രേവി ഉള്ള റെസിപ്പി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ഗ്രേവി ഉള്ള ബീഫ് റോസ്റ്റ് എടുക്കുകയാണ് നല്ലത്. പിന്നെ ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വയ്ക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വയ്ക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അടുത്ത പൊറോട്ട വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാനുള്ളതാണ്. അടുത്തൊരു പൊറോട്ട എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വയ്ക്കുക.
സോറി, ഇതിനിടയിൽ നമ്മളൊരു കാര്യം ചെയ്യണമായിരുന്നു, അത് വിട്ടുപോയി. നമ്മുടെ സവോള കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സവോളയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പൊറോട്ട കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റി ആവും. നമ്മളിപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് സവോള ഇട്ട് കൊടുക്കില്ലേ, ആ സവോളയും ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിനി ഒന്ന് പതുക്കെ പ്രസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ പൊറോട്ട ഉപയോഗിച്ചതൊന്ന് കവർ ചെയ്യാനാണ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എല്ലാ സൈഡിൽ നിന്നും നമ്മുടെ വാഴയില പൊട്ടിപ്പോവാതെ പതുക്കെ ഒന്ന് ചുരുട്ടി കിഴി പോലെ ആക്കിയെടുക്കുക. അപ്പോൾ വാഴയില വാട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ വാഴയില പൊട്ടിപ്പോവും. അതുപോലെ കിഴിയുടെ ഷേപ്പിലാക്കി എടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. ഒന്ന് കെട്ടാൻ ഹെൽപ്പ് ചെയ്യോ വയ്യോ? അപ്പോൾ ഈ എക്സ്ട്രാ പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ, നമ്മളിത് കിഴിയായിട്ട് കെട്ടിക്കഴിയുമ്പോൾ. ഒരു സെക്കൻഡ്. അപ്പോൾ ഈ മേൽഭാഗത്തേക്ക് കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്നത് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത കിഴിയും നമുക്കിതുപോലെ കത്രികയല്ല കത്തി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. കത്തിയാൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു കിഴി റെഡിയായി. ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത കിഴി റെഡിയാക്കാം. അല്ല, ഇത് മൈദയുടെ പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ഇലയാണ്, അപ്പോൾ ചെറിയൊരു പീസ് ഇലയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും 2 പൊറോട്ട വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ വായിൽ വെള്ളമൊക്കെ ഒലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കിഴി പൊറോട്ട റെഡി ആയിട്ട് വേണം കിച്ചൂസിന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ബീഫ് കൊണ്ടുള്ള കിഴി പൊറോട്ടയും എനിക്ക് നമ്മുടെ പ്രോൺസ് കൊണ്ടുള്ള കിഴി പൊറോട്ടയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീഫ് അത്ര താല്പര്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഇവർ കിഴി പൊറോട്ട കഴിക്കുമ്പോൾ എനിക്ക് കൊതിയാവുന്നത് കൊണ്ട് ഞാനൊരു കിഴി പൊറോട്ട ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലത്തെ പ്രോൺസ് റോസ്റ്റിൻ്റെ ബാക്കി ഉള്ളത് കൊണ്ട് ഒരു കിഴി പൊറോട്ട തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പോവാണ്. വലിയ ഗംഭീരമായി ഇതുപോലെയുള്ള കിഴി പൊറോട്ട എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിഴി പൊറോട്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിഭാഗത്ത് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ കിഴി ഇങ്ങനെ കെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അടിഭാഗം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കെട്ടാം. ഇതിൻ്റെയും തുമ്പ് കട്ട് ചെയ്ത് മാറ്റാം. കത്തിയെടുക്കും. ആണോ? ഓക്കെ, അപ്പോൾ അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പാനിൽ വയ്ക്കുമ്പോൾ താഴത്തേക്കായി പോകും. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പ്രോൺസിൻ്റെ കിഴി പൊറോട്ട റെഡിയാക്കാൻ പോവാണ്. വാഴയില തീർന്നു, ഇതേ ഉള്ളൂ. ഇതിൽ ഞാൻ ഒരു പൊറോട്ട വെച്ചിട്ടാണ് നമ്മുടെ കിഴി പൊറോട്ട റെഡിയാക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് പ്രോൺസ് റോസ്റ്റ് ഫ്രിഡ്ജിലിരുന്നതാണ്, ചൂടാക്കിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ പൊറോട്ട ചൂടാക്കുമ്പോൾ ചൂടായിക്കോളും. ഇനി ഇതിന് വേണ്ടിയിട്ട് ചൂടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കാതെ ഇരുന്നത്. അപ്പോൾ പൊറോട്ടയും പ്രോൺസും എല്ലാം ചേർന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഞാനിനി എൻ്റെ കിഴി പൊതിഞ്ഞെടുക്കട്ടെ. എൻ്റെ കിഴി ആദ്യം ഞാനിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കട്ടെ.
എന്നാലേ പൊതിയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഇലയിൽ ചെറിയൊരു കിഴി. അപ്പോൾ ഈ ഒരു പ്രോൺസ് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആ വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാവരും കാണുക. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതേ അല്ല ഇങ്ങനെ ഒരു കിഴി ഉണ്ടാക്കണം എന്നോ അങ്ങനെയൊന്നും. കിഴി പൊറോട്ട ബീഫ് ഉപയോഗിച്ചിട്ട് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രോൺസിൻ്റെ വീഡിയോ ഒന്നും ഇല്ലാത്തത്. നമുക്ക് വൈകാതെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഴികളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. എങ്കിലേ നമ്മുടെ കിഴി പൊറോട്ട പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കിഴി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ഒരു സമയത്ത് വയ്ക്കുന്നത്, ഈ വലിയ കിഴിയും ചെറിയ കിഴിയും. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അടയില്ല, ചെറുതായിട്ടൊന്ന് അടയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വാഴയിലയുടെ കുറച്ച് പോർഷൻ ഉണ്ടല്ലോ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അടയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ട്, ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. തീരെ ലോ ഫ്ലെയിമിലാണെങ്കിൽ 5 മിനിറ്റ് വരെ വയ്ക്കാം. നമ്മളൊന്ന് കൈ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ലിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കുഴിവുള്ള പാനാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കവർ ചെയ്ത് വയ്ക്കാം. എൻ്റെ പാൻ ഇപ്പോൾ കുഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വെച്ചത്. അപ്പോൾ ഇതൊന്ന് റെഡി ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട ഇതാ ചൂടായി, നല്ല ചൂടായിട്ടുണ്ട്. അടിഭാഗം ഇത് കണ്ടോ, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടേ ഉള്ളൂ, ഒരുപാട് അങ്ങനെ കളർ മാറിയിട്ടില്ല. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിഴി പൊറോട്ട തുറക്കാം. നമ്മുടെ ബീഫിൻ്റെ കിഴി പൊറോട്ടയാണ് നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന പോലെ അങ്ങോട്ട് ആവില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ പൊള്ളിച്ചതല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതാ നമ്മൾ ഇതുപോലെ വിടർത്തി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ തുറന്നു. ഇനി കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ വരുന്നതാണ്. കഴിക്കും. പൊറോട്ട തുറന്ന് കാണിക്കൂ. നമ്മുടെ ഗ്രേവി ഒക്കെ പൊറോട്ടയിലേക്ക് മുഴുവനായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലുള്ള കറി എടുക്കാന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റാ. കിച്ചൂസിന് എനിക്ക് മണം കിട്ടിയ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. എൻ്റെ വായിച്ചു കിച്ചൂസ് കിച്ചൂസിന്റെ കൈ ചീത്തയെന്നും പറഞ്ഞിട്ട് എന്നോടെടുത്ത് വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ കൈ ചീത്തയാണ് ആൾക്കാർ ഇപ്പൊ കഴിക്കണ്ട. ഞാൻ എടുത്തരാം. വാ പാവം കിച്ചൂസ്. കിച്ചൂസിന്റെ അഭിപ്രായം നമുക്കിപ്പോൾ അറിയാം എന്താണെന്നുള്ളത്. സൂപ്പർ ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. പൊറോട്ടക്ക് ബീഫിന്റെ ഗ്രേവിയുടെ ടേസ്റ്റ് നന്നായിട്ട് എടുത്ത്. സവാള ഇട്ടപ്പോൾ കുറച്ച് വിഷമം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴി പൊറോട്ട. അപ്പോൾ എല്ലാവരും കിഴി പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഞാനിനി എൻ്റെ കിഴി പൊറോട്ട പതുക്കെ തുറക്കാം. ഇവരുടെ രണ്ടുപേരുടെയും കഴിക്കട്ടെ. എൻ്റെ കിഴി പൊറോട്ടയിൽ ധൃതി കൂടി വന്നപ്പോൾ സവാള ഇടാൻ മറന്നുപോയി. അതെ, അതിപ്പോൾ നമുക്ക് കഴിക്കുന്നതിന് മുന്നേയായിട്ട് കുറച്ചിട്ടിട്ട് കഴിക്കാം. സവാളയുടെ വില കൂടുതലായത് കാരണം നമുക്ക് സവാള കുറച്ചിട്ടിട്ട് കഴിക്കാം. എൻ്റെ പൊറോട്ടയിൽ മസാലയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇല്ല, ഇതെനിക്ക് മാത്രം സ്പെഷ്യലായിട്ട്. അപ്പോൾ കുറച്ച് സവാളയൊക്കെ ഒന്ന് ഇട്ടിട്ട് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മുറിഞ്ഞു വരണില്ല.
കുറച്ച് മസാലയൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് കഴിക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. എന്തായാലും ബീഫിന്റെ ടേസ്റ്റ് പ്രോൺസിന്റെ പൊറോട്ടയ്ക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കുഴപ്പമൊന്നുമില്ല, കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കഴിക്കാന്നല്ല, നല്ല ടേസ്റ്റുള്ളതാണ്. ഞാൻ ഇന്നലെ കഴിച്ചതാണ്. അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെ പൊറോട്ടയിൽ മിക്സ് ആവുമ്പോ ബീഫിന്റെ അത്രയും വരില്ല, പക്ഷെ പ്രോൺസിന്റേതായ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പ്രോൺസിന്റെ ടേസ്റ്റ് നോക്കണ്ട, ഞാൻ കഴിച്ചോട്ടെ. വേണ്ട, കൈ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എല്ലാവരും കിഴി പൊറോട്ട കഴിക്കാൻ, ഞങ്ങളും കഴിച്ചു തീർക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും തരിക. വായിൽ പൊറോട്ട ആയതുകൊണ്ടാണ് പറഞ്ഞിട്ട് ക്ലിയർ ആവാത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കിഴി പൊറോട്ട? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വല്ലപ്പോഴും ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, തൊട്ടടുത്താണ് അമ്പലം. നമ്മുടെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. വീടിന്റെ ചുറ്റുപാടും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഉണ്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. നമ്മുടെ വീട് കഴിഞ്ഞ് വേറെ പ്ലോട്ടുകളേ ഉള്ളൂ അമ്പലത്തിലേക്ക്, 2 പ്ലോട്ട് കഴിഞ്ഞാൽ അമ്പലമാണ്. അപ്പോൾ ഇവിടെ ഒരുവിധമുള്ള എല്ലാ വീടുകളിലും ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷന് നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ല. ഈ ഉത്സവം കഴിഞ്ഞിട്ടാണ് നോൺ വെജ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ക്രിസ്മസിന് പിന്നെ ലഞ്ചിന്റെ വീഡിയോ, ക്രിസ്മസ് സെലിബ്രേഷന്റെ വ്ളോഗോ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 3 ദിവസവും വെജ് തന്നെയാണ് വയ്ക്കുക, ആ ഉത്സവം തീരുന്നത് വരെ. പിന്നെ ഒരു സങ്കടകരമായ കാര്യം കൂടി ഉണ്ട് ഈ ഒരു ക്രിസ്മസിന്റെ പുറകിൽ. ഞങ്ങളുടെ വീട്ടിൽ പേഴ്സണലായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജുവേട്ടൻ്റെ അനിയൻ മരിച്ചത് ഒരു ക്രിസ്മസിന്റെ അന്നായിരുന്നു. അപ്പം അന്ന് മുതൽ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറില്ല. അങ്ങനെ സ്റ്റാർസ് ഒന്നും ഇടുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാറൊക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി വെക്കണം എന്നൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പം അതും കൂടി കൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തത്. നമ്മൾ ഓണം വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗുകൾ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു ഈസി റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.